നിന്ന് ചലക്കാതറ. നീ വെറും ഇത്തിൽ കണ്ണി. എന്റെ ഭഗവാനെ, ആയുസ് തീർന്നു. എന്നിട്ടും നീ എന്നെ മേലേക്ക് വിളിക്കുന്നില്ലല്ലോ. ഇനിയും കുറെയൊക്കെ പറയാനുണ്ടെന്നായിരിക്കും ദൈവത്തിന്റെ കൽപ്പിതം. അതുകൊണ്ട് പറയുക, ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ഇത്തിക്കണ്ണി നീയ. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾക്ക് നീ മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടില്ല. നിന്റെ മൂലധനം പണമല്ല, കുത്തുവാക്കുകളാ. അത് നീ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ തൊടുത്തുവിട്ട് കേസിക്കുന്നുണ്ടല്ലോ. എടാ, ഈ പൊടി കുഞ്ഞിന് ആഹാരം കഴിക്കാൻ പോലും നിന്റെ കുത്തുവാക്ക് സമ്മതിക്കുന്നില്ല. കണക്കായി പോയി. മഹാന്യമായി പണിയെടുത്ത് കൊച്ചിനെ പോറ്റുമെന്ന് എന്നെ കളിയാക്കുന്ന തരത്തിൽ വീമ്പളയ്ക്ക് പരിഹസിച്ചവളാ ഈ വന്ദന. ഒന്നുകിൽ ഇവളത് പാലിക്കണം, ഇല്ലെങ്കിൽ പരസ്യമായിട്ട് എന്നോട് മാപ്പ് പറയണം. ഇല്ലെങ്കിലേ ഇനിയും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. തിന്നു മുടിക്കാൻ വന്നിരിക്കുന്ന ഒരു അവതാരം. പ്രകാശ, വന്ദനമേ. നിങ്ങൾക്ക് എന്താ പ്രകാശേട്ടാ, ഭ്രാന്ത് പിടിച്ചോ? അതെടി, എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. എല്ലാവർക്കും ചെലവിന് കൊടുക്കേണ്ട തലതൊട്ടപ്പനായി എന്നെ മാറ്റിയിരിക്കുക. നടക്കില്ല. എല്ലാ മാരണങ്ങളും പട്ടിണി കിടന്നാലും കാൽ കാശ് ഞാൻ മുടക്കില്ല. നീ വല്ലതും കേൾക്കാൻ നിൽക്കണോ? മനോജെ, വാ ഇങ്ങോട്ട്.